വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു ചിന്ന ഹോസ്റ്റൽ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് ഫ്രഷായി വന്നിരിക്കുകയാണ്. ഇനി ഒരു ചിന്ന മോർണിംഗ് സ്കിൻ കെയർ ഉണ്ട്. അപ്പം നമുക്കിത് ഓടിപ്പോയി നോക്കിയിട്ട് വരാം. അപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കോക്കനട്ടിൻ്റെ ഈ ഒരു ഡീപ്പ് മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ ഈ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഭയങ്കര സ്കിന്നിന് ഭയങ്കര ഓയിലി ആക്കുമൊന്നുമില്ല, അതുപോലെ തന്നെ സോഫ്റ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഹിമാലയയുടെ ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യും. ഈ സാധനം അടിപൊളിയാണ്, ഒത്തിരി റേറ്റും ഇല്ല, നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് മേടിക്കാനും കിട്ടും. പിന്നെ ഈ ഒരു മെബ്ലൈൻ്റെ ബേബി ലിപ്സ് കളർ യൂസ് ചെയ്യും. ചുണ്ടിന് നമുക്ക് ചെറിയൊരു കളറും അതുപോലെ തന്നെ മോയ്സ്ചറൈസർ ആക്കി വെക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ ഒക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മുടി കെട്ടി ഫുഡ് കഴിക്കാൻ പോകണം. അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ രാവിലെ ഈ പുലാവ് എന്ന് പറയുന്ന സാധനമാണ്. അതിൻ്റെ കൂടെ തൈരും അച്ചാറും ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഗ്ലാസ് ചായയും. അപ്പം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇതാണ് മിന്നു. അപ്പം പിന്നെ ഇനി ഞങ്ങൾക്ക് ഇന്ന് അലക്കാൻ പോകണം. അപ്പം നമുക്ക് അലക്കാൻ പോയിട്ട് ഓടി വരാം. അപ്പം ഞങ്ങളിവിടെ അലക്കാൻ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ടെറസ് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ ടെറസ്. ഭയങ്കര വെയിലാണ്. അപ്പോൾ വെയിലായതുകൊണ്ട് ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം അലക്കിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ വെയിലായതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ തോർത്തൊക്കെ ഇട്ട് നിൽക്കുന്നത്. ടെറസിലെ വെയിലിൻ്റെ അവസ്ഥ എന്താണെന്ന് കാണിച്ചു തരാം. ഉച്ചയിലിങ്ങനെ വെയിൽ കത്തി നിൽക്കുകയാണ്. അപ്പം സൺസ്ക്രീനൊന്നും ഇടാണ്ട് പോയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ് ഉണങ്ങി തിരിച്ചു വരാം കരിക്കട്ടയായിട്ട്. അപ്പം ഞങ്ങളുടെ ടെറസിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ ടെറസിൽ നല്ല കാറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ നമുക്ക് വെയിലിൻ്റെ ചൂട് അത്ര ഫീൽ ആകില്ല. അപ്പോൾ ഞങ്ങൾ അലക്കിയൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. കോളേജിലായതുകൊണ്ട് വോയിസിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അലക്കിക്കഴിഞ്ഞ് വന്നതിൻ്റെ പരവേശത്തിൽ മാക്കാന്ന് വെള്ളം കുടിക്കുന്നതാണിത്. ഇന്ന് കോളേജിൽ ഞങ്ങൾക്ക് ഗേൾസിനായിരുന്നു ഔട്ടിങ്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ അതിന് മുമ്പ് ഒരു മൂവി കാണാനുണ്ട്. അപ്പോൾ ഫോണിൽ ഞാനും റൂമിലുള്ള ഒരു കുട്ടിയും കൂടിയായിരുന്നു സിനിമ കണ്ടത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കോന്തിയൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് മോര് കറിയും കടലയും മത്തങ്ങയും കൂടി ഇട്ട് വെച്ച് എന്തോ കറി. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫ് അച്ചാറും മാങ്ങ അച്ചാറും ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി കഴിച്ച് പിന്നെ ഞങ്ങൾ ഔട്ടിങ്ങിന് ഇറങ്ങി. ഞാനും മിന്നും ചിന്നുമാണ് എൻ്റെ റൂമിലുള്ള. അപ്പം ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ ബസ് കയറി പോകുന്നത്. നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ്സുകൾ പോലെയൊന്നല്ല കർണാടകയിലെ ബസ്സുകൾ, ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പകുതി വഴിക്ക് ഇറക്കി വിട്ട. ഞങ്ങളുടെ കയ്യിൽ ചേഞ്ച് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ നടക്കുകയാണ് ഗൈസ്. ഫസ്റ്റ് ഞങ്ങൾ മാർക്കറ്റിലേക്കായിരുന്നു പോയത്. ഒന്നും പ്രത്യേകിച്ച് മേടിക്കാനൊന്നുമില്ലായിരുന്നു, എന്നാലും ഇങ്ങനെ തിണ്ടി നടക്കുന്നത് ഒരു പ്രത്യേക സുഖമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു കടയിൽ കയറി ഷെയ്ക്ക് കുടിച്ചു. ഇപ്പോഴത്തെ ചൂടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. പിന്നെ എനിക്ക് നോട്ട് ബുക്ക് മേടിക്കാനുണ്ടായിരുന്നു, അപ്പം ഞങ്ങൾ അതും പോയി മേടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കോട്ടൺ എക്സ്പോ എന്ന് പറഞ്ഞ വലിയൊരു കട പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങൾ ഭയങ്കര ബൾക്കായിട്ട് കിട്ടുമായിരുന്നു. ഈ ചെരുപ്പുകളൊക്കെ വെറും 150 രൂപയേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി പിന്നെയും തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സ്നാക്സ് മേടിക്കാനുണ്ടായിരുന്നു, അപ്പം അതും മേടിച്ച് തിരിച്ച് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ വന്ന് അവിടുന്ന് ബസ് കയറി. അപ്പോൾ ഇതാ റൂമിൽ വന്ന് ഫ്രഷായി സെറ്റായി വന്നിരിക്കുകയാണ്. ഇനി ഫുഡ് കഴിക്കാൻ പോകണം. അപ്പം ഞങ്ങൾക്ക് രാത്രിക്ക് കഴിക്കാൻ ഉച്ചയ്ക്കത്തെ മോരുകറി ഉണ്ടായിരുന്നു, പിന്നെ രസം പോലത്തെ എന്തോ കറിയും പപ്പടവും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറും ഉണ്ടായിരുന്നു. പിന്നെ OBGൻ്റെ കുറേ നോട്ട്സ് പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എഴുതി. ഞങ്ങൾ വെക്കേഷന് വീട്ടിൽ പോയ ടൈമിൽ എഴുതാൻ വേണ്ടി തന്നെയായിരുന്നു. അപ്പോൾ ഭയങ്കര മടിയായതുകൊണ്ട് ഇപ്പോൾ റൂമിൽ വന്നിരുന്ന് എഴുതുകയാണ്. പിന്നെ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു ചേച്ചീൻ്റെ ഹസ്ബൻഡ് പുറത്തുനിന്ന് വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മുട്ടായി കിട്ടി. അപ്പോൾ അതിൽ 2-3 എടുത്ത് പൊളിച്ച് കഴിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഹോസ്റ്റൽ ഡേ ഇൻ മൈ ലൈഫ്.